بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. സ്റ്റേജിലിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരികളെ, കുവൈത്ത് ഇസ്ലാഹി സെൻ്റർ ഈ ഓഡിറ്റോറിയത്തിൽ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന പ്രബോധന പരിപാടിയിൽ പ്രവാചകന്മാരുടെ പ്രബോധനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പനേരം നിങ്ങളോട് സംസാരിക്കണമെന്നാണ് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. പ്രപഞ്ചനാഥനായ അല്ലാഹു മനുഷ്യ സമൂഹത്തിന് കനിഞ്ഞ് നൽകിയിട്ടുള്ള അവൻ്റെ ദീനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ദീനല്ലാതെ മറ്റൊരു ദീനും മനുഷ്യരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം,
വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമല്ലാത്ത മറ്റൊരു ആദർശത്തെ വല്ലവനും മതമായി ആഗ്രഹിക്കുന്നു എങ്കിൽ അവനിൽ നിന്ന് അതൊരിക്കലും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല. ഈ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ മനുഷ്യരാശിക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം മുതൽ 1,24,000-ൽ പരം പ്രവാചകന്മാരെ അള്ളാഹു ഈ ലോകത്തേക്ക് നിയമിച്ചു. ഈ പ്രവാചകന്മാരെല്ലാം അതാത് കാലഘട്ടങ്ങളിൽ തങ്ങളുടെ പ്രബോധിത സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന സാമൂഹ്യമായ ദുരാചാരങ്ങളെ സംബന്ധിച്ചോ സാംസ്കാരിക ജീർണതകളെക്കുറിച്ചോ സാമ്പത്തിക ചൂഷണങ്ങളെ സംബന്ധിച്ചോ എന്തെങ്കിലും പറയുന്നതിന് മുമ്പായി പ്രാഥമ്യവും പ്രാധാന്യവും കൽപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ഒരാദർശമുണ്ടായിരുന്നു. അതായിരുന്നു ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിപ്ലവകരമായ പരിവർത്തനങ്ങളുടെ കൊടുങ്കാറ്റുകൾ തന്നെ സൃഷ്ടിച്ചുവിട്ട ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം. വിശുദ്ധ ഖുർആൻ ഈ കാര്യം എടുത്തു പറഞ്ഞു. പ്രവാചകരിൽ അന്തിമനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹ് പറഞ്ഞൊരു കാര്യം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് ഈ ലോകത്ത് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ ഇലാഹില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഇബാദത്തിന്റെ സർവ്വഭാവങ്ങളും എനിക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്ന മഹനീയമായ സന്ദേശം വഹിയായി നൽകിയിട്ടല്ലാതെ. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഊത്ത്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ മുഴുവനും കൈയൊഴിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന മഹനീയമായ സന്ദേശം വഹി നൽകിക്കൊണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ സമുദായങ്ങളിൽ നാം പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ പേജുകളിലൂടെ പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ പ്രതിപാദിക്കുന്ന ആയത്തുകൾ ഓരോന്ന് പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം ഒന്നുകൂടി നമുക്ക് വ്യക്തമാവുന്നതാണ്. നമുക്കറിയാം, മനുഷ്യലോകത്തേക്ക് പ്രബോധനത്തിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ഒന്നാമത്തെ പ്രവാചകൻ എന്ന് മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പ്രബോധനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യം, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. നൂഹിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം പ്രവാചകനായി നിയോഗിച്ചു. ആ പ്രവാചകൻ തന്റെ സമൂഹത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ആദ്യമായി പ്രഖ്യാപിക്കുന്ന ആദർശം, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണം, അവനല്ലാതെ ഒരു ഇലാഹും നിങ്ങൾക്കില്ല. സ്വന്തം കൈകളെ കൊണ്ട് കടുകടുത്ത കരിമ്പാറക്കെട്ടുകൾ തുറന്ന് ഭവനങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ശക്തരായ ചരിത്രത്തിലെ ഉരുക്കു മനുഷ്യന്മാർ എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടിരുന്ന ആദ് സമുദായം, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നല്ലോ ഹൂദ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ പ്രതിപാദിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വഇലാ ആദിൻ അഖാഹും ഹൂദൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ആദ് സമുദായത്തിലേക്ക് അവളുടെ സഹോദരൻ ഹൂദിനെ നാം പ്രവാചകനായി നിയോഗിച്ചു. ആ പ്രവാചകൻ തന്റെ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് കൊന്നുകൊണ്ട് ആദ്യമായി പ്രഖ്യാപിക്കുന്നു, ജനങ്ങളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, അവനല്ലാതെ ഒരു ഇലാഹും നിങ്ങൾക്കില്ല. സമൂദ് സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സാലിഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ പ്രതിപാദിച്ചുകൊണ്ട് ഇതേ കാര്യം ഖുർആൻ പറയുന്നു, വഇലാ സമൂദ അഖാഹും സാലിഹ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു.
സമൂദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ സാലിഹിനെ നാം പ്രവാചകനായി നിയോഗിച്ചു. ആ പ്രവാചകനും തന്റെ സമൂഹത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ആദ്യമായി പ്രഖ്യാപിക്കുന്ന ആദർശം, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം, അവനല്ലാതെ ഒരു ഇലാഹും നിങ്ങൾക്കില്ല. ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത മദിയൻകാർ. അവരെ സംബന്ധിച്ച് ചരിത്രവും വിശുദ്ധ ഖുർആനും നമുക്ക് പരിചയപ്പെടുത്തി തന്നത് തന്നെ അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ വിയർപ്പിന്റെ ഫലങ്ങൾ ചൂഷണം ചെയ്ത് ജീവിച്ച കടുത്ത സാമ്പത്തിക കുറ്റവാളികൾ എന്നാണ്. ആ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന് ആദ്യമായി പ്രഖ്യാപിക്കാനുണ്ടായിരുന്ന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹു ആയിരുന്നു. വഇലാ മദിയന അഖാഹും ശുഐബ ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. മദിയൻകാരിലേക്ക് അവരുടെ സഹോദരൻ ശുഐബിനെ നാം പ്രവാചകനായി നിയോഗിച്ചു. ആ പ്രവാചകൻ തന്റെ സമൂഹത്തോട് ആദ്യമായി പറയുന്നു, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യണം, അവനല്ലാതെ ഇലാഹില്ല. രണ്ടാമതായിട്ടാണ് പറയുന്നത്, നിങ്ങൾ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്, ജനങ്ങൾക്ക് അവരുടെ വസ്തുക്കളിൽ നിങ്ങൾ നഷ്ടം വരുത്താൻ പാടില്ല. ഇതൊക്കെ പിന്നീടുള്ള കാര്യമായിട്ടാണ് ശുഐബ് നബി അലൈഹി ഇസ്ലാം അവരെ പഠിപ്പിക്കുന്നത്. ലൈംഗിക രംഗത്ത് മനുഷ്യത്വത്തിന്റെ മുഴുവൻ അതിർവരമ്പുകളും അതിലംഘിച്ചുകൊണ്ട് കേവലം മൃഗതുല്യരായി ജീവിച്ചിരുന്ന സമൂഹമായിരുന്നല്ലോ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത. ആ ജനതയുടെ മുമ്പിൽ ചെന്നുകൊണ്ടും മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് ആദ്യം പ്രഖ്യാപിക്കാനുണ്ടായിരുന്ന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ നാം പരിശോധിക്ക്, ഖലീലുല്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കലീമുല്ലാ മൂസാ നബി അലൈഹിസ്സലാം, റൂഹുല്ലാ ഈസാ നബി അലൈഹിസ്സലാം, ഇങ്ങനെ തുടങ്ങിയ ലോകത്ത് നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ ആദർശത്തിൽ ഊന്നി നിന്നുകൊണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അന്തിമ പ്രവാചകനായിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ചരിത്രത്തിൽ ഏറ്റവും ദുഷിച്ചുപോയ ഒരു കാലഘട്ടമായിരുന്നല്ലോ അത്. മുഴുവൻ സാംസ്കാരിക ജീർണതകളുടെയും മനുഷ്യരൂപങ്ങളായി ജീവിച്ചിരുന്ന ആളുകളായിരുന്നല്ലോ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. കള്ളും പെണ്ണും തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഘോരയുദ്ധങ്ങളും ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് നിലനിൽക്കാനുള്ള അവകാശത്തിന്റെ മാനദണ്ഡങ്ങളായി കാണാൻ മാത്രം ജീർണിച്ചു പോയൊരു സമൂഹമായിരുന്നു. ആ കാലഘട്ടത്തിലെ സന്ദർഭത്തിന്റെ നാവുകളായി അറിയപ്പെട്ടിരുന്ന കവി സാമ്രാട്ടുക്കൾ അവരുടെ സാംസ്കാരിക ജീർണതകളുടെ സ്പന്ദനങ്ങൾ പിൻതലമുറക്കാരായ നമുക്കൊക്കെ വേണ്ടി അവരുടെ ഈരടികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു അറബി യുവാവിന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ ഒത്തുകൂടുന്നില്ല എങ്കിൽ ഭൂമുഖത്തുള്ള ജീവിതത്തെക്കാളും അവന് അഭികാമ്യമായിട്ടുള്ളത് മരിച്ചു പോകലാണ് എന്നാണ്. ഒരു അറബി യുവാവിന് ഈ ഭൂമുഖത്ത് ജീവിക്കാൻ അർഹത നൽകുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ച് കവി പറഞ്ഞത് എന്താ എന്നറിയാമോ? കള്ള്, പെണ്ണ്, യുദ്ധം. ഇത് 3ഉമില്ലാത്തൊരു ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അറബി യുവാവിന് ചിന്തിക്കാൻ പോലും സാധിച്ചിരുന്നില്ല എന്ന്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. എന്തിനധികം പറയണം, മരണശയ്യയിൽ കിടന്നുകൊണ്ട് ഊർദ്ധശ്വാസം വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അറബി സ്വന്തം മക്കളെ അടുത്തേക്ക് വിളിച്ചിരുത്തി സ്നേഹമസൃണമായ ഭാഷയിൽ അവസാനത്തെ വസിയ്യത്ത് എന്ന നിലക്ക് നൽകുന്ന ഉപദേശം കള്ളിനോടും ലഹരി പദാർത്ഥങ്ങളോടുമൊക്കെ ആ കാലഘട്ടത്തിനുണ്ടായിരുന്ന അടക്കാനാവാത്ത അഭിനിവേശത്തിന്റെ ഒന്നാന്തരം തെളിവാണ്. പുന്നാര മക്കളെ, ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ നിങ്ങൾ എന്നെ മറമാടണം. എന്തിനാണെന്നല്ലേ? മരിച്ചു കഴിഞ്ഞാലും ആ മുന്തിരിവള്ളിയുടെ വേരിലൂടെ ഊർന്നു വരുന്ന മുന്തിരിച്ചാർ ആസ്വദിച്ചുകൊണ്ട് എന്റെ നുരുമ്പിയ എല്ലുകൾക്ക് ഖിയാമത്ത് നാൾ വരെ കഴിച്ചു കൂട്ടാമല്ലോ. ഇതാണ് ആ കവിയുടെ ആഗ്രഹം. ഒന്നുകൂടി തറപ്പിച്ചും ഉറപ്പിച്ചും അയാൾ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് പുന്നാര മക്കളെ, മുന്തിരിവള്ളികളില്ലാത്ത, ചെടികളില്ലാത്ത, വൃക്ഷങ്ങളില്ലാത്ത കേവലം മരുപ്പറമ്പിൽ നിങ്ങൾ എന്നെ മറമാടി കളയരുത്. കാരണം മരിച്ചു കഴിഞ്ഞാലും മുന്തിരിച്ചാർ ആസ്വദിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു, ആശങ്കപ്പെടുന്നു.
ആ കാലഘട്ടത്തിൽ ഒരു കവിയുടെ ആശങ്ക അങ്ങനെയായിരുന്നു. എന്തിനധികം പറയണം, തൻ്റെ ചോരയിൽ നിന്ന് ഒരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ മുഖം കറുത്ത് കരിവാളിച്ചു പോവുകയാണ്. അപമാനഭാരം താങ്ങാനും തടുക്കാനും കഴിയാതെ വീട്ടിൻ്റെ മുക്കിലോ മൂലയിലോ ഒളിഞ്ഞിരിക്കുന്നു. താൽക്കാലിക മോചനത്തിന് വേണ്ടി സ്വന്തം ചോരയിൽ നിന്ന് പിറന്നു വീണ പെൺകുഞ്ഞിയെ മുഖത്തോട് മുഖം നോക്കി 6 അടി മണ്ണിന്റെ ചുവട്ടിലേക്ക് കുഴിച്ചുമൂടാൻ മാത്രം മനുഷ്യത്വം മരവിച്ചു പോയൊരു കാലഘട്ടം. എല്ലാം കൊണ്ട് നോക്കിയാലും ചരിത്രത്തിലെ ജാഹിലിയ്യത്ത് എന്ന അഭിശപ്ത നാമം തികച്ചും അന്വർത്ഥമാക്കി ജീവിച്ചിരുന്നൊരു സമൂഹം. ഈ സമൂഹത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി പ്രഖ്യാപിക്കാനുണ്ടായിരുന്ന ആദർശം, തന്റെ മുൻഗാമികളായ മുഴുവൻ പ്രവാചകന്മാരും പ്രഖ്യാപിച്ച അതേ ആദർശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞല്ലോ. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഏ മനുഷ്യ സമൂഹമേ, നിങ്ങളെയും നിങ്ങളുടെ പൂർവികന്മാരെയും ഒക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോകുന്ന നിങ്ങളുടെ റബ്ബിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ലഅല്ലക്കും തത്തഖൂൻ, എന്നാൽ നിങ്ങൾക്ക് സൂക്ഷ്മാത്മാക്കളായി ജീവിക്കാൻ സാധിക്കും, എന്നാൽ നിങ്ങൾക്ക് മുത്തഖീങ്ങളായി ജീവിക്കാൻ സാധിച്ചെന്ന് വന്നേക്കും. അതിനുള്ള ന്യായവും പടച്ച തമ്പുരാൻ, അതിനുള്ള ന്യായവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ പടച്ച തമ്പുരാൻ അവിടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ അല്ലാഹു ആരാണ്? അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറയാനുള്ള ന്യായം എന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും, അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണ് അവൻ. തന്നെയുമല്ല, വല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പായി സംവിധാനിച്ചു തന്നവൻ, ആകാശത്തെ മേൽത്തട്ടായി സംവിധാനിച്ചു തന്നവൻ, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വെള്ളം ഇറക്കി തന്നവൻ, ആ വെള്ളം കൊണ്ട് നിങ്ങൾ ആഹാരമായി ഭുജിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും പഴവർഗ്ഗങ്ങളും നിങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചവൻ. ഇങ്ങനെയുള്ള റബ്ബ്, ആ റബ്ബിന് മാത്രം നിങ്ങളുടെ ഇബാദത്തിന്റെ സർവ്വഭാവങ്ങൾ നിങ്ങൾ സമർപ്പിക്കണം. അല്ലാഹു തആലയുടെ ന്യായം അതാണ് എന്ന് പറയുന്നു വിശുദ്ധ ഖുർആൻ. ഈ നിലക്കുള്ള ഒരു ആദർശം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. തന്നെയുമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആദർശത്തിന്റെ പവിത്രതയും അതിന്റെ മഹനീയതയും അതിന്റെ സാർവലൗകികതയും സാർവജനീനതയും ഒരിക്കൽ പ്രഖ്യാപിച്ചത് എങ്ങനെയെന്നറിയാമോ? അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ മുഴുവനും ഈ ലോകത്തോട് പ്രഖ്യാപിച്ച ആദർശങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ആ കാര്യം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അവിടുത്തെ സഹാബത്തിനെ പറഞ്ഞയക്കാറുണ്ട്. പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ അവർക്ക് നൽകാറുള്ള ഉപദേശം എന്തായിരുന്നെന്ന് അറിയാമോ? ഏത് സഹാബികളോടും അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാറുള്ളത്, നിങ്ങൾ എവിടെ ചെന്നാലും ആരുടെ മുമ്പിൽ ചെന്നാലും ആരെ ക്ഷണിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹുവിലേക്കാണ് ക്ഷണിക്കേണ്ടതെന്ന. ഉദാഹരണമായി പറയട്ടെ, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യമനിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, യാ മുആദ് ഇന്നക ലതഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്. മുആദേ, അഹ്ലി കിതാബിൽപ്പെട്ട ഒരു പറ്റം ആളുകളുടെ അടുക്കലേക്കാണ് നീ പ്രബോധകനായി ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞാൽ ഫല്യകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യമായി നീ അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിലേക്കാണ്. ഇങ്ങനെ നാം പരിശോധിച്ചാൽ പ്രവാചകന്മാരായ മുഴുവൻ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ സച്ചരിതരായിരുന്ന അനുയായികളും ജനങ്ങളെ ക്ഷണിച്ചിരുന്നതും പ്രബോധനം ചെയ്തിരുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാനപരമായ ആദർശത്തിലേക്കായിരുന്നു, തത്വത്തിലേക്കായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ വളരെ നിർഭാഗ്യം എന്ന് പറയട്ടെ, വിധി വൈപരീത്യം എന്ന് പറയട്ടെ, വിരോധാഭാസം എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കട്ടെ, ലോക ചരിത്രം നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും നമ്മുടെയൊക്കെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏഴാംകിട രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുന്ന വിധത്തിലുള്ള കാലുമാറ്റങ്ങൾക്കും കൂറുമാറ്റങ്ങൾക്കും കുതിയാൽ വെട്ടലുകൾക്കും വ്യതിയാനങ്ങൾക്കും വിധേയമായ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവും അത് ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനങ്ങളുമാണ് എന്ന് കണ്ടെത്താൻ കഴിയും. ചരിത്രം നാം പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ താളുകളിലൂടെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്കും ആ സമൂഹങ്ങളിൽ നിന്ന് അവർക്ക് നേരെ ഉണ്ടായ പ്രതികരണങ്ങളുടെ ചരിത്രത്തിലേക്കും ഒരു തിരിച്ചുപോക്ക് നടത്തിയാൽ
ഈ കാര്യം ഒന്നുകൂടി നമുക്ക് വ്യക്തമാവുന്നതാണ്. നമുക്കറിയാമല്ലോ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പരിമിതമായ സന്താനങ്ങൾ, വളരെ പരിമിതമായ സന്താനങ്ങൾ, കറകളഞ്ഞ തൗഹീദിന്റെ ഉടമകളായി ജീവിച്ച ആളുകൾ, കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ വക്താക്കളായി ജീവിച്ച ആളുകൾ, അതിന്റെ പ്രബോധകന്മാരും പ്രയോക്താക്കളുമായി ജീവിച്ച ആളുകൾ. കാലം അല്പം കഴിഞ്ഞപ്പോഴേക്കും ആദർശത്തിൽ വ്യതിയാനം സംഭവിക്കുകയാണ്, മാറ്റം സംഭവിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നിന്ന് ജനങ്ങൾ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഏതുവരെ എത്തിയെന്ന് വെച്ചാൽ, അവരുടെ കൂട്ടത്തിൽ പുണ്യവാളന്മാരായി നല്ലവരായി ജീവിച്ച മനുഷ്യന്മാർ അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ പ്രതിമകളും പ്രതീകങ്ങളും നാട്ടിവെച്ചുകൊണ്ട് അവയ്ക്ക് ഇബാദത്ത് ചെയ്യുകയും അവയോട് പ്രാർത്ഥന നടത്തുകയും ചെയ്ത ഒരു സമൂഹമാണ് പിന്നീട് ഈ ലോകത്ത് വളർന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അവരിലേക്കായിരുന്നല്ലോ മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രവാചകനായി കടന്നു വരുന്നത്. എന്നിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം 950 വർഷക്കാലമാണ് പ്രബോധനം നടത്തുന്നത്. എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ദീർഘമായ കാലം മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രബോധനം നടത്തുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഭാഷ പറയട്ടെ, അൽഫ സനത്തിൻ ഇല്ലാ 50 ആമാ, 50 ഒഴിച്ച് 1000 വർഷക്കാലം. അങ്ങനെയാണ് ഖുർആൻ അതിനെ പറഞ്ഞത്. 50 ഒഴിച്ച് 1000 വർഷക്കാലം മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ അടിസ്ഥാനപരമായ ആദർശത്തിലേക്ക് തന്റെ ജനങ്ങളെ ക്ഷണിച്ചു നോക്കുകയാണ്. എന്നിട്ട് എന്തേ ഫലമുണ്ടായതെന്നറിയാമോ? വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, വളരെ കുറച്ച് ആളുകളല്ലാതെ, അങ്കുലി പരിമിതങ്ങളായ ആളുകളല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്തിനധികം പറയണം, സ്വന്തം ചോരയിൽ നിന്ന് പിറന്നു വീണ അദ്ദേഹത്തിന്റെ മകൻ, ആ മകന്റെ ജന്മം നൽകിയ ഗർഭാശയത്തിന്റെ ഉടമ, അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ അവസാനം എന്ത് ചെയ്തു എന്നറിയാമോ? നിരാശ ബാധിക്കുകയാണ് മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിൽ വളരെ വിശദമായ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ, ഞാനിതാ രാവും പകലും ഈ ജനങ്ങളെ ക്ഷണിച്ചു നോക്കി, ഉറക്കയും പതക്കയും ക്ഷണിച്ചു നോക്കി, പരസ്യമായും രഹസ്യമായും ക്ഷണിച്ചു നോക്കി. പക്ഷേ ഞാൻ അവരെ വിളിക്കുമ്പോഴെല്ലാം ജഅലു അസാബിയും ഫീ ആദാനിഹിം വസ്തൽസൗ സിയാബഹും വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറാ. എന്റെ വിളി കേൾക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവരുടെ ചെവികളിലേക്ക് വിരലുകൾ അവർ അമർത്തിപ്പിടിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കണ്ട എന്ന നിലക്ക് ചെവികളിലേക്ക് വിരലുകൾ അവർ അമർത്തിപ്പിടിക്കുകയാണ്. തന്നെയുമല്ല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രഖ്യാപനം നടത്തിയ വാക്കുകൾ കലർന്ന ഈ വായു പോലും അവരുടെ ശരീരത്തിലേക്ക് കേൾക്കേണ്ടതില്ല എന്ന നിലക്ക് വസ്ത്രങ്ങൾ കൊണ്ട് മൂടിക്കളയുകയാണ് അവർ ചെയ്യുന്നതെന്നാണ്. എന്നിട്ട് അവർ ശടിച്ചു നിൽക്കുകയാണ്, ഗർവ് കാണിക്കുകയാണ്. പടച്ചവനെ, മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം 950 വർഷക്കാലം മഹനീയമായ ഈ ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് നിരാശനായ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ മനസ്സ് റബ്ബിന്റെ മുമ്പിൽ തുറന്ന ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവസാനമായി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയാമോ? റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. റഹ്മാനായ നാഥ, നിനക്കറിയാവുന്നതുപോലെ 950 വർഷക്കാലം നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന അടിസ്ഥാനപരമായ തത്വത്തിലേക്ക് ഈ ജനങ്ങളെ ഞാൻ ക്ഷണിച്ചു നോക്കി. പക്ഷേ ഫലം നിരാശയായിരുന്നു റബ്ബേ. അതുകൊണ്ട് റഹ്മാനായ തമ്പുരാനെ, ഈ ഭൂമുഖത്ത് സത്യനിഷേധികളിൽപ്പെട്ട ഒറ്റ കുട്ടിയെപ്പോലും നീ അവശേഷിപ്പിക്കല്ലേ. ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക, അവരെ എങ്ങാനും നീ ഇവിടെ വിട്ടേക്കുന്നു എങ്കിൽ, അവരെ എങ്ങാനും ഇവിടെ നീ വെറുതെ ഉപേക്ഷിക്കുന്നു എങ്കിൽ, യുളില്ലു ഇബാദക, എന്റെ പ്രബോധനം അനുഭവിച്ചുകൊണ്ട്, എന്റെ പ്രബോധനം അനുസരിച്ചുകൊണ്ട് നിന്റെ അടിമകളായി വന്ന ഏതാനും ചില ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവരെപ്പോലും അവർ വഴിപിഴപ്പിച്ചു കളയും. തന്നെയുമല്ല, വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, ഭാവിയിലാണെങ്കിൽ തമ്മാടികളായ സത്യനിഷേധികളായ കുഞ്ഞുങ്ങളെ അല്ലാതെ അവർ ഉൽപ്പാദിപ്പിക്കുകയില്ല. ഭാവി തലമുറ പോലും ദുഷിച്ചു പോകും. അതുകൊണ്ട് റഹ്മാനായ നാഥ, സത്യനിഷേധികളിൽപ്പെട്ട ഒറ്റ കുട്ടിയെപ്പോലും ഈ ഭൂമുഖത്ത് നീ അവശേഷിപ്പിക്കല്ലേ എന്ന ആ പ്രവാചകൻ അള്ളാഹുവിനോട് നേർക്കുനേരെ അങ്ങ് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയട്ടെ, നമുക്കെല്ലാം അറിയുന്നത് പോലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രളയം തന്നെ സംഭവിച്ചു. ആ പ്രളയത്തിൽ അകപ്പെട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനും ഭാര്യയും അടക്കമുള്ള സത്യനിഷേധികൾ ഒന്നടങ്കം മുങ്ങിച്ചാവുകയാണ്. എന്നിട്ട് പിന്നീട് ഭൂമുഖത്ത് അവശേഷിക്കുന്നത് ആരായെന്നറിയാമോ? കറകളഞ്ഞ തൗഹീദിന്റെ ഉടമകൾ മാത്രം, മുവഹ്ഹിദീങ്ങളായ ആളുകൾ മാത്രം. മറ്റാരും ഈ ഭൂമുഖത്ത് അവശേഷിക്കുന്നില്ല. ശരിയായ തൗഹീദിന്റെ കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കുന്ന ആളുകൾ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം ഉൾക്കൊണ്ട് സത്യദീനിലേക്ക് കടന്നു വന്ന ഏതാനും കുറച്ച് ആളുകൾ മാത്രം, മറ്റാരും ഈ ഭൂമുഖത്തില്ല.
എന്നിട്ട് എന്ത് സംഭവിച്ചു? കാലം അല്പം കഴിഞ്ഞപ്പോഴേക്ക് വ്യതിയാനം സംഭവിക്കുകയാണ്, മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഈ ആദർശത്തിൽ നിന്ന് ഒഴിച്ചുപോക്കാണ് സംഭവിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ പുണ്യവാളന്മാരായി ജീവിച്ച മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ പ്രതിമകളും പ്രതിഷ്ഠകളും ഒക്കെ നാട്ടിവെച്ചുകൊണ്ട് അവർക്ക് ഇബാദത്ത് ചെയ്യുകയും അവയോട് പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന തലമുറകളാണ് പിന്നീട് കാലാന്തരത്തിൽ വളർന്നു വരുന്നത് ഈ ഭൂമിയിൽ. അവരിലേക്കായിരുന്നല്ലോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹൂദ് നബി അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരൊക്കെ തന്നെ നിയോഗിക്കപ്പെട്ടത്. എന്തിനധികം പറയണം, വിധി വൈപരീത്യം എന്ന് പറയട്ടെ. ചരിത്രത്തിലും വിശുദ്ധ ഖുർആനിലും അള്ളാഹുവിന്റെ ഖലീൽ എന്നും പടച്ച മനുഷ്യലോകത്തിന്റെ ആദർശ പിതാവ് എന്നുമൊക്കെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചു വീഴുന്നത് തന്നെ സ്വന്തം കൈകളെ കൊണ്ട് ബിംബങ്ങൾ ഉണ്ടാക്കി അങ്ങാടികളിൽ വിൽപ്പന നടത്തി ഉപജീവനം കഴിച്ച ആദറിന്റെ പുത്രനായിട്ടായിരുന്നു. ഇതാണല്ലോ ചരിത്രം പറയുന്നത്. ആ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കിയുള്ള പ്രഖ്യാപനത്തിലൂടെയായിരുന്നു. സ്വന്തം പിതാവിന്റെ ആദർശ വൈകല്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എന്റെ പൊന്നു പിതാവേ, ഈ കാണാത്ത കേൾക്കാത്ത ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെയ്യാത്ത ഇന്നലെ നിങ്ങളുടെ കൈകളെ കൊണ്ട് തുരന്നുണ്ടാക്കിയ ബിംബത്തിന് നിങ്ങൾ എന്തിന് ഇബാദത്ത് ചെയ്യണം എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പിതാവിനോട് ചോദിക്കുന്ന ചോദ്യം. ഈ സമയത്ത് അവിടെ പിതാവിന്റെ പ്രതികരണം സിംഹഗർജനമായി രൂപാന്തരപ്പെടുകയാണ്. അവിടെ പിതൃപുത്ര ബന്ധം പോലും വിസ്മരിക്കപ്പെടുകയാണ്. പിതാവ് ഗർജിക്കുകയാണ്. അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. എന്താണ് ഇബ്രാഹിം പറയുന്നത്? ഞാനും എൻ്റെ പിതാക്കന്മാരും എൻ്റെ പൂർവികന്മാരും ഒക്കെ ഇന്നേ വരെ ആരാധിച്ചിരുന്ന പല ദൈവങ്ങളെയും വിട്ട് ഒരൊറ്റ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്നാണോ നീ പറയുന്നത്? തീർച്ചയായും ഇത് ഒരു പുതിയ ആദർശമാണ് ഇബ്രാഹിം, ഇതൊരു പുതിയ തത്വമാണ് ഇബ്രാഹിം. നിന്റെ ഈ പുതിയ ആദർശത്തിൽ നീ പിൻവാങ്ങുന്നില്ല എങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും, ഭീഷണിപ്പെടുത്തുകയാണ്. നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും ഇബ്രാഹിം. വഹ്ജുർനി മലിയ, അതല്ല നിന്റെ ജീവൻ സുരക്ഷിതമായി നിന്റെ ശരീരത്തിൽ അവശേഷിക്കണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് നീ ഹിജ്റ പോയിക്കോ. ഇതായിരുന്നു പിതാവിന്റെ പ്രതികരണം. ഇവിടെ നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമുണ്ട്. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ ഈ ആദർശത്തെ സംബന്ധിച്ച് പിതാവിൽ വന്നുപോയ വൈകല്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. അവിടെ പിതാവിനോടുള്ള എല്ലാ ആദരവും അദ്ദേഹം നിലനിർത്തുകയാണ്, അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും നിലനിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ അബത്തി, എന്റെ പൊന്നു പിതാവേ എന്നാ ചോദിക്കുന്നു. എന്റെ പൊന്നു പിതാവേ, കാണാത്ത കേൾക്കാത്ത ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെയ്യാത്ത ഇന്നലെ നിങ്ങളുടെ കൈകളെ കൊണ്ട് തുറന്നുണ്ടാക്കിയ ബിംബങ്ങൾക്ക് നിങ്ങൾ എന്തിന് ഇബാദത്ത് ചെയ്യണം? നമ്മളെ കൂട്ടത്തിൽ ചില ആളുകളുണ്ടല്ലോ, പരിസരങ്ങളൊക്കെ നോക്കി, പരിസരങ്ങളൊക്കെ ശരിയായി, അന്തരീക്ഷമൊക്കെ ചൊവ്വായി, എന്നിട്ട് നയത്തോടു കൂടി വേണം ഈ ആദർശം പ്രഖ്യാപിക്കാൻ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മാതൃക ഇതായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് ഖുർആൻ എടുത്തു പറയാനുള്ള കാര്യം ഒരുപാട് സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലാണ് നിങ്ങൾക്ക് ഉത്തമ മാതൃകയുള്ളത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യം. ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന ആമനൂ മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ളാഉ അബദൻ ഹത്താ തുഅ്മിനൂ ബില്ലാഹ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഏതാണ് ആ ഉത്തമമായ മാതൃക എന്ന് ഖുർആൻ പറഞ്ഞു? ഇത് ഖാലൂലി ഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. അവർ തങ്ങളുടെ ജനതയോട് പറഞ്ഞ സന്ദർഭം, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളിൽ നിന്നും അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങളിൽ നിന്നും പൂർണ്ണമായി ഞങ്ങൾ ഒഴിഞ്ഞവരാണ്. ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കഫർനാ ബിക്കും, നിങ്ങളിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുകയാണ്. വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ളാഉ അബദൻ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദാ. ഞങ്ങളിലും നിങ്ങളിലും, ഞങ്ങൾക്കിടയിലും നിങ്ങൾക്കിടയിലും ശത്രുതയും വിദ്വേഷവും പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു. ഏതുവരെ എന്ന് ചോദിച്ചാൽ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദാ, അല്ലാഹുവിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് വരെ.
ഈ നിലയ്ക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എന്താ കാരണം എന്നറിയാമോ? സ്വന്തം പിതാവിനുള്ള ആദരവ് നിലനിർത്തുന്നു, സ്നേഹവും നിലനിർത്തിക്കൊണ്ട് സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന് ആദർശ വൈകല്യത്തെ ചോദ്യം ചെയ്യുകയാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആദ്യമായി ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാ ആരാധിക്കണമെന്ന് ചോദിച്ചു. അവിടെയാണ് പിതാവ് പറയുന്നത്, ഇബ്രാഹിം, അല്ല ഇബ്രാഹിം, എന്റെ ഇലാഹികളെയും വിട്ടുകൊണ്ട് മറ്റൊരു ഇലാഹിന്റെ പിന്നാലെ നീ പോവുകയാണോ? തീർച്ചയായും അത് ഞാൻ അനുവദിക്കുകയില്ല. നീ നിന്നെ എറിഞ്ഞു കൊല്ലും നീ മരിയ, അതല്ലെങ്കിൽ നിന്റെ ജീവൻ സുരക്ഷിതമായി നിന്റെ ശരീരത്തിൽ അവശേഷിക്കണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഹിജ്റ പോയിക്കോ. ഇതായിരുന്നു പിതാവിന്റെ പ്രതികരണം എന്ന് നാം ചിന്തിക്കണം. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്പം ശങ്കിച്ചു നിന്നില്ല, അല്പം പോലും ശങ്കിച്ചു നിന്നില്ല. പിതാവിന്റെ ദേഷ്യമൊക്കെ ഒന്ന് തണയട്ടെ, അന്തരീക്ഷമൊക്കെ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ടൊക്കെ ഈ ആദർശം പറഞ്ഞാൽ മതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കലും ചിന്തിച്ചില്ല പിതാവിന്റെ മുഖത്ത് നോക്കി അത് പറയാൻ പറ്റില്ല എങ്കിൽ പറ്റുന്നിടത്തേക്ക് പോകണം. പിതാവ് പറഞ്ഞതുപോലെ ഹിജ്റ പോയിട്ടെങ്കിലും ഈ മഹനീയമായ ആദർശം ജനങ്ങളോട് പറയണം. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെയാ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താണെന്നറിയാമോ? സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി, സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി. എന്റെ പൊന്നു പിതാവേ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ, നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനോട് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പിതാവിനെയും മക്കളെയും സ്വന്തം പിതാവിനെയും കുടുംബത്തെയും സമ്പത്തിനെയും എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയത് എന്ന് നാം മനസ്സിലാക്കണം. ശരിക്ക് പ്രബോധകന്മാർക്ക് വലിയൊരു മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പ്രബോധകന്മാർക്കുള്ള വലിയൊരു മാതൃകയാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും, എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രഖ്യാപനം അതൊരിക്കലും തന്നെ നിർത്തിവെക്കാൻ പാടില്ല എന്ന് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയായിരുന്നു എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം. മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഈസാ നബി അലൈഹി സ്വലാമിന്റെയും ഒക്കെ ചരിത്രം ഇതിന് വിപരീതമായിരുന്നില്ല. ജനിച്ച മണ്ണിൽ മരിക്കാൻ പ്രവാചകന്മാർക്കാർക്കും സാധിച്ചില്ല എന്നത് ഒരു ചരിത്ര വസ്തുതയാണ് എന്ന് നാം മനസ്സിലാക്കണം. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. ഞാനത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലഘട്ടത്തിൽ ആരായിരുന്നു? നമ്മളെല്ലാം ചരിത്രത്തിൽ മദ്രസകളിൽ നിന്ന് പോലും പഠിച്ച കാര്യമാണ്. എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടിരുന്ന വ്യക്തിത്വം, എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്ന വ്യക്തിത്വം അതായിരുന്നല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ അമീൻ എന്ന ഓമനപ്പേരിലായിരുന്നു അദ്ദേഹം അഭിസംബോധന ചെയ്യപ്പെട്ടത് തന്നെ. എന്നാൽ അവർക്കിടയിൽ, ഖുറൈശി തറവാട്ടിലെ കാരണവന്മാർക്കിടയിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ മുഹമ്മദ് നബിയെയായിരുന്നു അവർ മധ്യസ്ഥനായി അംഗീകരിച്ചിരുന്നത്. ഇതിന് മാത്രം എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്ന, എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടിരുന്ന, എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടിരുന്ന അൽ അമീനായിരുന്നു ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് എന്ന ബാലൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പനയുണ്ടായി, മുഹമ്മദേ, താങ്കളോട് കൽപ്പിക്കപ്പെട്ട കാര്യം താങ്കൾ ഉറക്കെ പ്രഖ്യാപിക്കണം. താങ്കളുടെ അടുത്ത കുടുംബങ്ങളെ വിളിച്ചുകൊണ്ട് താങ്കൾ താക്കീത് ചെയ്യണം. ഇങ്ങനെയുള്ള കൽപ്പന ഖുർആനിൽ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പിൽ വരുത്തുന്നു. അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തി അദ്ദേഹം സഫാ കുന്നിന്റെ താഴ്വരയിൽ ഒരുമിച്ച് കൂട്ടുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്കൊക്കെ എന്നെപ്പറ്റി എന്താ അഭിപ്രായം? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, അഖുൻ കരീം വബ്നു അഖിൻ കരീം. നിങ്ങൾ മാന്യനായ സഹോദരനാണ്, മാന്യനായ സഹോദരന്റെ പുത്രനുമാണ്, ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. രണ്ടാമതായി പ്രവാചകൻ ചോദിച്ച ചോദ്യം മറ്റൊന്നാണ്. ഇതാ ഈ കാണുന്ന പർവ്വതത്തിനപ്പുറത്ത് എല്ലാവിധ യുദ്ധ സജ്ജീകരണങ്ങളോട് കൂടി വമ്പിച്ചൊരു സൈന്യം നിങ്ങളുമായി ഏറ്റുമുട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ വിശ്വാസം വരുമോ? ഇതാ അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദേ, കാരണം ഇതുവരെ ഞങ്ങളോട് നീ കളവ് പറഞ്ഞിട്ടില്ല, ഇതുവരെ ഞങ്ങളോട് കളവ് പറഞ്ഞിട്ടില്ല, ഞങ്ങളെ വഞ്ചിച്ചിട്ടില്ല, നീ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ്. ഇതേ സമൂഹത്തോട് തന്നെ മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇന്നേ വരെ ആരാധിച്ചു വന്നിരുന്ന ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ തന്നെ കള്ളദൈവങ്ങളാണ്, വ്യാജ ദൈവങ്ങളാണ്. അവയെ മുഴുവനും കൈയൊഴിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന ഏകനായ റബ്ബിന് മാത്രം നിങ്ങളുടെ ഇബാദത്തിന്റെ സർവ്വഭാവങ്ങൾ നിങ്ങൾ സമർപ്പിക്കണം. ഈ ആശയം അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും അവിടെ മട്ടും ചേലും മാറുകയാണ്. ജാഹിലിയത്തിന്റെ ചുടുരക്തമാണ് അവരുടെ സ്ഥിരകളിലൂടെ പതഞ്ഞു പോകുന്നത്. അബൂലഹബിനെ പോലെയുള്ള ഖുറൈശി തറവാട്ടിലെ മാന്യന്മാരായ ആളുകൾ ഈർഷ്യഭാവത്തോടെ രണ്ട് കൈകളും കുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. തബ്ബല്ലക അലിഹാദാ ജമാഅത്തനാ, മുഹമ്മദേ നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടിയത്?
ഇങ്ങനെ ഒരു പുതിയ ആദർശം പറയാൻ വേണ്ടിയാണോ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടിയത്? ഇതായിരുന്നു അവർ ചോദിച്ച ചോദ്യം. ഏത് കാലഘട്ടത്തിലും ജനങ്ങളുടെ പ്രതികരണം ഈ ആദർശത്തിന് നേരെ ഇതാണെന്ന് നാം മനസ്സിലാക്കണം. ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണ്. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, പ്രവാചകന്മാർക്ക് ശേഷമുള്ള കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെ. ഇന്നും ഈ ആദർശത്തിന് നേരെയുള്ള ജനങ്ങളുടെ സമീപനം അങ്ങനെയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഈ ആദർശത്തിന് നേരെയുള്ള ജനങ്ങളുടെ സമീപനം അങ്ങനെ തന്നെയായിരിക്കും. യാതൊരു സംശയം ആരും വിചാരിക്കേണ്ട. ഇതിനപ്പുറം ശുഭകരമായ ഒരു സമീപനം ഈ ആദർശത്തിന് നേരെ ഉണ്ടാകും എന്ന് നമുക്ക് ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കാൻ പാടില്ല. പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം. അതിന്നും അങ്ങനെ തന്നെ എന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതുവരെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്ന ഓമനപ്പേരിൽ പുകഴ്ത്തിയിരുന്ന അതേ നാവുകൾ തന്നെ അദ്ദേഹത്തെ കള്ളനാക്കി, വ്യാജനാക്കി, കവിയാക്കി, ജ്യോത്സ്യനാക്കി, സായിറാക്കി, തന്നെയുമല്ല ഭ്രാന്തൻ എന്നിവരെ വിളിക്കുകയുണ്ടായി. സമൂഹത്തിൽ അദ്ദേഹത്തെ ഏതെല്ലാം നിലക്കൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ പറ്റുമോ ആ നിലക്കൊക്കെ തന്നെ അവർ ഇകഴ്ത്തി കാണിച്ചു. തന്നെയുമല്ല പ്രവാചകന് ദേഹോപദ്രവം ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്ന വഴികളിൽ കൂർത്തമൂർത്ത മുള്ളുകൾ കല്ലുകളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലുകൾക്ക് അവർ മുറിവേൽപ്പിക്കുകയുണ്ടായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്ത് പോയി തന്റെ റബ്ബിന്റെ മുമ്പിൽ തലകുനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവർ ഹനിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്ത് പോയി സുജൂദിൽ കിടക്കുകയാണ്, നമസ്കരിച്ചു കൊണ്ടിരിക്കുക. ആ സമയത്ത് ഖുറൈശി തറവാട്ടിലെ മാന്യന്മാർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ അണിയിച്ചിട്ട് അദ്ദേഹത്തിന് തലയുയർത്താൻ കഴിയാതെ നിൽക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. ചുറ്റുഭാഗത്തും ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിങ്ങലോട് കൂടി തന്നെ സുജൂദിൽ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അവസാനം മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ വിവരം അറിയുകയാണ്. ഓടി വന്നിട്ട് റസൂലുള്ളാന്റെ കഴുത്തിൽ നിന്ന് ആ കുടൽമാലകൾ എടുത്തു മാറ്റിയതിനു ശേഷം റസൂലുള്ളാക്ക് തലയുയർത്താൻ കഴിഞ്ഞു. ഇത്രമാത്രം പ്രയാസങ്ങൾ പ്രവാചകൻ ഇതിന്റെ പേരിൽ സഹിക്കേണ്ടി വന്നു. തന്നെയുമല്ല ബഹിഷ്കരിക്കപ്പെടുകയാണ്, പ്രവാചകനും കുടുംബവും ബഹിഷ്കരിക്കപ്പെടുകയാണ് സമൂഹത്തിൽ നിന്ന്. ഷഅബ് അബി താലിബിൽ 3 വർഷത്തോളമാണ് പ്രവാചകനും കുടുംബവും പട്ടിണി കിടന്നത് എന്നത് ചരിത്രമാണല്ലോ സുഹൃത്തുക്കളെ. എന്നിട്ടോ പച്ചിലകളാ ഭക്ഷിക്കുന്നത്, പച്ച വെള്ള കുടിക്കുന്നത്, മറ്റാഹാരമൊന്നുമില്ല. അവസാനം കാഷ്ടിക്കുന്നത് ആട് കാഷ്ടിക്കുന്നത് പോലെ ഇത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പറഞ്ഞതുകൊണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികൾ സഹിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ സഹിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ കയ്യും കണക്കുമില്ലാത്തതാണ്. നാം ചരിത്രത്തിൽ ഒരുപാട് കേട്ടതാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പോലുള്ള സാധുക്കളായ പാവപ്പെട്ട അടിമകളായ സഹാബികൾ ഉണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉൾക്കൊണ്ടതിന്റെ പേരിൽ അവർ മണൽക്കാട്ടിൽ മലർത്തിക്കിടത്തപ്പെടുകയാണ്. എന്നിട്ട് വലിയ വലിയ പാറക്കല്ലുകൾ ഉരുട്ടിക്കൊണ്ടുവന്ന് നെഞ്ചത്ത് കയറ്റി വെക്കുകയാണ്. എന്നിട്ട് പറയുന്നു ബിലാൽ നീ അതിൽ നിന്ന് പിന്മാറണമെന്നാണ്, ഈ ആദർശത്തിൽ നിന്ന് പിന്മാറണം ബിലാൽ എന്നാണ്. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം ഞാൻ ഒരിക്കലും ആദർശത്തിൽ പിന്മാറാൻ തയ്യാറില്ല എന്ന്, ഒരിക്കലും ആദർശത്തിന് പിന്മാറാൻ തയ്യാറില്ല. ഇതായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുർബലനായിരുന്ന മറ്റൊരു അനുചരനായിരുന്നല്ലോ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കുടുംബം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം പരീക്ഷിക്കപ്പെടുകയാണ്, മർദ്ദിക്കപ്പെടുകയാണ്. എങ്ങനെയെന്നറിയാമോ? നമുക്കാർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇരുമ്പ് കമ്പികൾ ചുട്ടുപഴിപ്പിച്ചിട്ട് ഗുഹ്യസ്ഥാനത്തിലുള്ള കുത്തിക്കയറ്റപ്പെടുകയാണ്. എന്നിട്ട് പിടഞ്ഞു കളിക്കുകയാണ്, വേദന കൊണ്ട് പുളയുകയാണ്. ഈ കാഴ്ച മഹാനായ പ്രവാചകൻ നേർക്കുനേരെ കാണുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉറക്കെ പറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ, അത് ഉൾക്കൊണ്ടുപോയി എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ മർദ്ദിക്കപ്പെടുന്നത് നേർക്കുനേരെ റസൂലുള്ളാഹ് കാണുന്നു. ഇത് കണ്ട സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാസിർ കുടുംബത്തോട് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. സബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകും അൽ ജന്ന. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കണം. ഫഇന്ന മൗഇദകും അൽ ജന്ന. തീർച്ചയായും നിങ്ങളുടെ വാഗ്ദത്ത സങ്കേതം നാളെ സ്വർഗ്ഗമാണ്. യാസിർ കുടുംബത്തോട് റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങനെ. നിങ്ങൾ ക്ഷമിക്കണമെന്നാ പറഞ്ഞത്. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളുടെ വാഗ്ദത്ത സങ്കേതം സ്വർഗ്ഗമാണെന്നാ പറഞ്ഞത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉൾക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ യജമാനന്മാർക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം വർദ്ധിക്കുകയാണ്. അങ്ങനെ മർദ്ദനം സഹിച്ച് സഹിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ
ക്ഷമയറ്റ സന്ദർഭത്തിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പരിദേവതയോടുകൂടി വേദനയോടുകൂടി കടന്നു വരികയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കഅബാലയത്തിന്റെ തണലിൽ ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു താൻ അനുഭവിക്കുന്ന വേദനയുമായി റസൂലുള്ളാഹിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുക, അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സമയമായില്ലേ? ഞങ്ങൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കാനുള്ള സമയമായില്ല റസൂലേ? ഈ സമയത്ത് മഹാനായ റസൂലുള്ള എന്ത് ചെയ്തു എന്നറിയാമോ? ഖബ്ബാബ്, നീ എന്താണ് പറയുന്നത്? ഖബ്ബാബ്, എന്താണ് നീ വിചാരിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പറഞ്ഞു പോയതിന്റെ പേരിൽ, ഉൾക്കൊണ്ടുപോയതിന്റെ പേരിൽ നിന്റെ മുൻഗാമികളായ വിശ്വാസികൾ അനുഭവിക്കേണ്ടി വന്ന ത്യാഗത്തിന്റെ ചരിത്രം നീ മറന്നുപോയോ ഖബ്ബാബ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻഗാമികളുടെ ത്യാഗത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ അവരെ സഹിക്കേണ്ടി വന്ന ത്യാഗം എന്നറിയാമോ? അവരനുഭവിക്കേണ്ടി വന്ന ത്യാഗം എന്നറിയാമോ? റസൂലുള്ള പറയുകയാണ്, അവരിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉൾക്കൊണ്ട് വിശ്വാസിയായി പോയി എന്നതിന്റെ പേരിൽ വലിയ ഇരുമ്പിന്റെ ഈർച്ചവാളുകൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് തലക്ക് മുകളിൽ വെക്കുകയാണ്. എന്നിട്ട് രണ്ടാളുകൾ അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് ഈർന്ന് അവരുടെ ശരീരം രണ്ടായി പിളർക്കപ്പെട്ടിട്ടുണ്ട്. ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ടുവന്ന് ശരീരത്തിൽ വെക്കപ്പെടുകയാണ്. എന്നിട്ട് വാർന്നിട്ട് എല്ലും തൊലിയുമൊക്കെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചിട്ടില്ല ഖബ്ബാബ്. അതുകൊണ്ട് ക്ഷമിക്കണം ഖബ്ബാബ് എന്നാ പറയുന്നു. ക്ഷമിക്കണം ഖബ്ബാബ്, നിങ്ങൾക്കൊരു കാലഘട്ടം വരാൻ പോകുന്നു. ആ കാലഘട്ടം എങ്ങനെയെന്നറിയാമോ? നിങ്ങൾ ആരെയും പേടിക്കേണ്ടതില്ല. സൻആ മുതൽ ഹദറമൗത്ത് വരെ നിങ്ങൾക്കൊന്നിനെയും പേടിക്കാത്ത വിധത്തിൽ നിർഭയം നടന്നു പോകാൻ പറ്റുന്ന വിധത്തിലുള്ള സുവർണ്ണ കാലഘട്ടം ഇസ്ലാമിന് വരാൻ പോകുന്നു. അതുവരെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ചുറ്റുപാട് വളരെ അപകടത്തിലായ ഒരവസ്ഥയിലാണ് എന്ന് നമുക്കറിയാമല്ലോ. മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത് നാം മനസ്സിലാക്കണം. എന്തേ കാരണം? മുസ്ലിങ്ങളിലെ തന്നെ കഥകെട്ട ചില മനുഷ്യന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം മാറ്റിവെച്ചുകൊണ്ട് ഈ ഇസ്ലാമിന്റെ പേരിൽ യുദ്ധവും ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദങ്ങളും മുഴക്കി വഴിവിട്ട ചില പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മുമ്പിൽ തന്നെ മുസ്ലിങ്ങൾ ഇന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്നു എന്നതാ സത്യം. നാം ആലോചിക്കേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെക്കാളും ഇസ്ലാമിക പ്രബോധനത്തിന് സ്വാതന്ത്ര്യമുള്ള മറ്റൊരു രാജ്യം ലോകത്തില്ല എന്നൊരു വസ്തുതയാണ്. ഇത് ഇസ്ലാമിന്റെ രാജ്യമാണ്. സൗദി അറേബ്യ ഇസ്ലാമിന്റെ രാജ്യമാണ്. ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ രാജ്യമാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇസ്ലാമിക പ്രബോധനം നമ്മുടെ നാട്ടിൽ നടത്തുന്നത് പോലെ വളരെ സ്വതന്ത്രമായി നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഈ രാജ്യങ്ങളിൽ ഉള്ളത് എന്ന് എത്രയോ കാലങ്ങളായി ഈ നാടുകളിലൊക്കെ വസിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ജാതികളുണ്ട്, ഒരുപാട് ഭാഷകളുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്ന സുന്ദരമായ ഒരാദർശം അത് നിലനിർത്തിപ്പോരുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് ഒരു തടസ്സവുമില്ല. എങ്ങനെയും പ്രബോധനം ചെയ്യാം. പക്ഷേ അടുത്ത കാലത്ത് മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ തീവ്രവാദ പ്രസ്ഥാനവുമായി കടന്നു വരികയും അങ്ങനെ തീവ്രവാദത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചില തീവ്രവാദ പ്രസംഗങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് യുവാക്കളുടെ രക്തം തിളപ്പിക്കുകയും ചെയ്തതോടുകൂടി അവിടങ്ങളിൽ സ്വൈരമായ ജീവിതത്തിന് തന്നെ പ്രയാസം നേരിടുന്ന ഒരു അവസ്ഥയുണ്ടായി എന്നതാ സത്യം. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. എന്നാൽ നാം ആലോചിക്കണം, ഏത് സാഹചര്യത്തിലും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ പ്രബോധനമാണ്. അവന്റെ ഏത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അവൻ തരണം ചെയ്തുകൊണ്ട് അവന്റെ ചുറ്റുപാടുകൾ അവന് അത് പ്രബോധനം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാക്കി എടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അവന്റെ ഏറ്റവും വലിയ ബുദ്ധിയും സാമർഥ്യം എന്ന് മനസ്സിലാക്കും. പ്രവാചകൻ അതാ ചെയ്തത്. നിങ്ങൾ ആലോചിക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, യാസിർ റളിയല്ലാഹുവിന്റെ കുടുംബം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞെന്താ? നിങ്ങൾ ക്ഷമിക്കണം എന്നാ. അതേ പ്രകാരം തന്നെ ഖബ്ബാബ് റളിയല്ലാഹുവിനോട് പറഞ്ഞതെന്താ? നിങ്ങൾ ക്ഷമിക്കൂ ഖബ്ബാബ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർവ്വകാല മുസ്ലിങ്ങളുടെ ചരിത്രമാണ് എടുത്തു പറയുന്നത്. അവരൊക്കെ ക്ഷമിച്ചവരാണ്. നിങ്ങൾ അല്പമൊക്കെ പ്രയാസം അനുഭവിച്ചപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ക്ഷമകേട് കാണിച്ചാലോ എന്ന നിലക്കാണ് റസൂലുള്ളാഹി അവരോട് ഉപദേശിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ അവർക്കൊക്കെ ആ കാലഘട്ടത്തിൽ പരിമിതമായ ചില സ്വാധീനങ്ങളും കഴിവുകളും ഒക്കെ ഉള്ളതെങ്കിലും ഉള്ള കഴിവ് വെച്ചുകൊണ്ട് എതിർക്കാൻ നിങ്ങൾക്ക് എതിർത്തുകൂടെ എന്ന് റസൂലുള്ളാഹിക്ക് പറയാമായിരുന്നു, പ്രതിരോധിച്ചുകൂടെ എന്ന് റസൂലുള്ളാഹിക്ക് പറയാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി അതല്ല ചെയ്തത്.
റസൂലുള്ള അതല്ല ചെയ്തത്. റസൂലുള്ള ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഇവിടെ വളരട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകട്ടെ. ഇതായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചത്. ഇതാണ് നാം മനസ്സിലാക്കണം. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നു, എന്തൊക്കെ പ്രകോപനങ്ങൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ഖുറൈശികൾ ആവശ്യപ്പെട്ടല്ലോ, മുഹമ്മദേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നീ പിന്മാറണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ പിന്മാറണം, അല്പം തീവ്രതയെങ്കിലും കുറക്കണം മുഹമ്മദേ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. ഭൗതികമായ ഒരുപാട് ഓഫറുകൾ റസൂലിന് ലഭിച്ചു. മുഹമ്മദേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ നിനക്ക് ഈ ലോകത്തെ ഏറ്റവും സുന്ദരികളായ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചതാണ്. തന്നെയുമല്ല അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാം മുഹമ്മദേ. തന്നെയുമല്ല നിനക്കും നിന്റെ കുടുംബത്തിന് തലമുറകളോളം ജീവിക്കാൻ പോകുന്ന സമ്പത്ത് നൽകാം മുഹമ്മദേ. എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാതെ പറയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ മുഹമ്മദേ, അതിന്റെ തീവ്രതയെങ്കിലും കുറക്ക് എന്നാവശ്യപ്പെട്ടു. ഈ സമയത്ത് മഹാനായ പ്രവാചകന്റെ മറുപടി, നിങ്ങൾ എന്തു തന്നെ എൻ്റെ കയ്യിൽ വെച്ച് തന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറില്ല. നിങ്ങൾ എൻ്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിൽ ഞാൻ പിന്മാറുകയില്ല. ഒന്നുകിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഇവിടെ വിജയിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടി ഞാൻ മരിച്ചു വീഴണം. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം. അതുകൊണ്ടും അവർ നിർത്തിയില്ല. പിന്നീട് അബൂ താലിബിനെ സമീപിക്കുകയാണ്. അബൂ താലിബിനെ സമീപിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ? അബൂ താലിബ്, നിന്റെ മകനുണ്ടല്ലോ, നിന്റെ സഹോദരപുത്രൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് വല്ലാതെ തീവ്രമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്, ഛിദ്രതകൾ ഉണ്ടാകുന്നു, കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു, നാട്ടിൽ ഭിന്നിപ്പുണ്ടാകുന്നു. അതുകൊണ്ട് തീവ്രതയെങ്കിലും കുറക്കാൻ നീ പറയണം അബൂ താലിബ് എന്ന് അബൂ താലിബിനെ വിളിച്ചുകൊണ്ട് ഖുറൈശി തറവാട്ടിലെ മാന്യന്മാരായ ആളുകൾ നബിയോട് ഉപദേശിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് പിറ്റേ ദിവസം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് വിളിക്കുകയാണ്. അബൂ താലിബ് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ മുഹമ്മദ്, നീ വല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തീവ്രമായി പറയുന്നത് കൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാകുന്നു എന്നാണ് നമ്മുടെ കുടുംബത്തിലെ പ്രമുഖന്മാർ ഒന്ന് പറഞ്ഞിരിക്കുന്നു, അവർ പരാതിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ തീവ്രത കുറക്കണം എന്ന് അബൂ താലിബ് മുഹമ്മദ് നബിയോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇല്ല, ഞാൻ ഒരിക്കലും പിന്മാറില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്നെയുമല്ല പിന്നെയും ഒരു അഴകുഴമ്പൻ രൂപത്തിൽ പ്രവാചകനെ സമീപിക്കുകയാണ് അവർ ചെയ്യുന്നത്. മുഹമ്മദേ, ഒരു കാര്യം ചെയ്യുക, നിനക്ക് തീരെ പിന്മാറാൻ തയ്യാറില്ല നീയെങ്കിൽ നമുക്ക് ഒരു മിനിമം പരിപാടിയിൽ ഇങ്ങനെ യോജിച്ചു പോയിക്കൂടെ എന്നാ ചോദിക്കുന്നത്. ഒരു മിനിമം പരിപാടി യോജിച്ചു പോയിക്കൂടെ? ഇങ്ങനെ വല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് തൗഹീദിന്റെ ആദർശം പറഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് തൽക്കാലം ഒരു മിനിമം പരിപാടിയിൽ നമുക്ക് അങ്ങനെ യോജിച്ച് നാട്ടിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാമല്ലോ. എന്താ അവർ മുന്നോട്ട് വെച്ച മിനിമം പരിപാടി എന്നറിയാമോ? മുഹമ്മദേ, ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ ദൈവങ്ങളെ കാണുമ്പോൾ ഈ കൈ കൊണ്ടൊന്ന് വന്നിച്ചാൽ മാത്രം മതി. ആരാധിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. നിന്റെ കൈ കൊണ്ട് ഞങ്ങളുടെ ദൈവങ്ങൾക്ക് നേരെ നീ ഒന്ന് ബഹുമാന പുരസ്സരം ഒന്ന് വന്നിച്ചാൽ മാത്രം മതി, ഒന്ന് ആംഗ്യം കാണിച്ചാൽ മതി. ഞങ്ങൾ വേണമെങ്കിൽ എൻ്റെ ദൈവത്തെ ആരാധിച്ചോളാം. ഈ സമയത്താണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു എന്ന് തുടങ്ങി ലക്കും ദീനുക്കും വലിയ ദീൻ. മുഹമ്മദ് നബിയെ പറഞ്ഞേക്കണം, മിനിമം പരിപാടിയുടെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിൽ നിന്ന് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കളെ സമീപിച്ച ഈ ജനങ്ങളിലെ കാഫിറുകളിലെ അവരോട് മുഹമ്മദ് നബിയെ താങ്കൾ പറഞ്ഞേക്കണം, യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കൂല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്കെന്റെ ദീൻ. ഇതിലൊരു മിനിമം പരിപാടിന്റെ പ്രശ്നമില്ല എന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ കാഫിറൂൻ അവതരിച്ചതിന്റെ പശ്ചാത്തലം അങ്ങനെയാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഞങ്ങൾ ആലോചിക്കണം, ഏതൊക്കെ നിലക്ക് മുഹമ്മദ് നബിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ അവർ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ പിന്തിരിയാൻ തയ്യാറായില്ല. ഇത്രമാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിൽ
കടുംപിടുത്തത്തിന് തയ്യാറാകാൻ മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ അനുയായികളും തയ്യാറായത് എന്തുകൊണ്ട്? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത്രമാത്രം ത്യാഗങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടില്ലേ? ബദർ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നില്ലേ? ഉഹദ് യുദ്ധം നയിക്കേണ്ടി വന്നില്ലേ? ഹന്തക്കും അതേപ്രകാരം ഹൈബറും എല്ലാം നടത്തേണ്ടി വന്നില്ലേ? സത്യവിശ്വാസികൾ എന്തേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വേണ്ടിയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വേണ്ടിയായിരുന്നു. എന്തേ ഇത്രമാത്രം ത്യാഗങ്ങൾ അനുഭവിക്കാനുള്ള കാരണം? ഈ ആദർശത്തിന് ഇത്രമാത്രം പവിത്രതയുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതല്ല. ഉണ്ട്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഇവിടുന്ന് മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റെ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ ദുഹിദിയ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാ മനുഷ്യന്മാരും ഒരു നാൾ മരിക്കേണ്ടി വരും. എല്ലാ മനുഷ്യന്മാരും ഒരു നാൾ മരിക്കേണ്ടി വരും. മരണത്തിന് മുമ്പ് മനുഷ്യൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങൾ പൂർണ്ണമായും അനുഭവിക്കേണ്ടി വരുന്നത് ഖിയാമത്ത് നാളിലാണ്. അന്നേ ദിവസം അള്ളാഹുവിന്റെ ഭയാനകമായ നരകത്തിൽ അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവനാരോ ഫഖദ് ഫാസ്, അവനാണ് വിജയം നേടിയവൻ എന്ന് ഖുർആൻ പറയും. ഈ ഒരു വിജയം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ ഭയാനകമായ നരകത്തിന് അകറ്റപ്പെടണം, സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരാ ഞാനും നിങ്ങളുമൊക്കെ. അതൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുന്ന ആളുകളാ ഞാനും നിങ്ങളുമൊക്കെ. എന്നാൽ നാം മനസ്സിലാക്കുക, ഈ ലക്ഷ്യം കരഗതമാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം, ആ ആദർശ പ്രഖ്യാപനം മാത്രം പോരാ, ജീവിതത്തിലുടനീളം ഈ ആദർശത്തിനനുസരിച്ചുള്ള ജീവിതം വേണമെന്ന, എങ്കിൽ മാത്രം അതിന് സാധ്യമാവുള്ളൂ. അതല്ല എങ്കിൽ നരകത്തിൽ കടക്കേണ്ടി വരും. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത്. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. തീർച്ചയായും അല്ലാഹുവിൽ വല്ലവനും ശിർക്ക് ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വിരുദ്ധമായ രൂപത്തിൽ വിശ്വാസമോ കർമ്മങ്ങളോ ആരെങ്കിലും അനുഷ്ഠിച്ചാൽ തീർച്ചയായും ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കുന്നതാണ്. അവന്റെ മേൽ സ്വർഗ്ഗം ഹറാമാണ്. അവന്റെ അവസാന സങ്കേതം നരകമായിരിക്കും. അക്രമികൾക്ക് സഹായികളില്ല എന്ന് ഖുർആനാ പറഞ്ഞു. അപ്പൊ നാം ആലോചിക്കണം, മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നു. അതേസമയത്ത് ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികൾ അതേ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ തന്നെ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ ദൈവമായും ദൈവപുത്രനായി അംഗീകരിച്ചുകൊണ്ട് ഇബാദത്ത് നടത്തുകയും ചെയ്യുന്നു. അതാണ് ലോകത്തിന്റെ ചരിത്രം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രയാസകരമായ ഒരു ചരിത്രം അതാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം യഥാർത്ഥത്തിൽ തൗഹീദി പ്രബോധകന്മാർക്ക് എന്നും ആവേശമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ഖലീലാണ്, മനുഷ്യലോകത്തിന്റെ ആദർശ പിതാവാണ് അദ്ദേഹം. ആ നിലക്കൊക്കെ തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പിന്നീട് കാലാന്തരത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബിയുടെയും ഒക്കെ ബിംബങ്ങൾ കഅബാലയത്തിൽ നാട്ടിവെച്ചുകൊണ്ടാണല്ലോ മുശ്രിക്കുകൾ ഇബാദത്ത് ചെയ്ത് നാം ആലോചിക്കണം. ഈ നിലക്കുള്ള വിധി വൈപരീത്യമാണ് എക്കാലഘട്ടത്തിലും ഈ ആദർശം അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് സത്യം. ഇത് തന്നെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഫലം. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാം ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ ശിർക്ക് വെച്ചാൽ സ്വർഗം ഹറാമാകും എന്നാണ്. തന്നെയുമല്ല, സാധാരണ ഈ രംഗത്ത് ഞാനും നിങ്ങളും കേൾക്കാറുള്ളൊരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഒരു പക്ഷേ നമുക്കൊക്കെ എല്ലാവർക്കും തന്നെ കാണാതെ അറിയാവുന്നതാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അല്ലാഹു അവൻ ശിർക്ക് വെക്കുന്നത് പൊറുക്കുകയില്ല. വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത ഏത് പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പുറത്തു കൊടുത്തു എന്ന് വന്നേക്കാം. അത് സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു ആയത്താണ്. ശിർക്കല്ലാത്ത ഏത് പാപം അല്ലാഹു പൊറുക്കുന്ന, ശിർക്കല്ലാത്ത ഏത് പാപവും അല്ലാഹു തആല പൊറുക്കുമെന്നാണ്. സംഗതി ശരിയാണ്. നാം ആലോചിക്കണം, ശിർക്ക് അല്ലാഹു തആല ഒരിക്കലും പൊറുക്കൂല. കാരണം അല്ലാഹുവിന്റെ അതിരറ്റ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരാ ഞാനും നിങ്ങളും. പടച്ചതമ്പുരാന്റെ ഓരോ അനുഗ്രഹം നിമിഷം പ്രതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാ ഞാനും നിങ്ങളും. ഒരു നിമിഷമെങ്ങാനും അല്ലാഹുവിന്റെ അനുഗ്രഹം പിൻവലിച്ചു പോയാൽ ഇവിടെ എനിക്കും നിങ്ങൾക്കും നിലനിൽപ്പില്ല. ഈ നിലക്ക് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ അതിനെ തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ഈ നിലക്ക് തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യനോട് ന്യായമായി അള്ളാഹു തആല ആവശ്യപ്പെട്ടതെന്താ? മനുഷ്യ, നിന്റെ ഇബാദത്ത് എനിക്ക് മാത്രം നൽകണം, ഇത് മാത്രമാണ്.
ഈ നിലക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ട് ഇബാദത്ത് മറ്റൊരുത്തിന് നൽകുമ്പോൾ പടച്ച തമ്പുരാൻ അത് പൊറുക്കൂലാന്നാണ്. അള്ളാഹ്ക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് ശിർക്ക്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തീർച്ചയായും അവൻ ശിർക്ക് വെക്കുന്നത് അള്ളാഹ് പൊറുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത പാപങ്ങളൊക്കെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തു എന്ന് വന്നേക്കാം. നാം ആലോചിക്കുക, നമ്മളൊക്കെ തന്നെ ദുർബലന്മാരാണ്. ജീവിതത്തിന്റെ പല ദുർബല നിമിഷങ്ങളിലും പലജാതി കുറ്റങ്ങളും ചെയ്തു പോകുന്ന ആളുകളാണ്. ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്തു പോകുന്ന ആളുകളാണ്. പാപങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പക്ഷേ മനുഷ്യന്റെ ദൗർബല്യത്തിനനുസരിച്ച് മനുഷ്യൻ പലപ്പോഴും ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്തു പോകും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉണർന്നെഴുന്നേറ്റുകൊണ്ട് മനസ്സറിയുന്ന വിധത്തിൽ റഹ്മാനായ നാഥ, ഞാനിതാ എന്റെ ദുർബല നിമിഷങ്ങളിൽ ഇന്നാലിന്ന പാപങ്ങൾ ചെയ്തു പോയി, നീ എനിക്ക് പുറത്തു തരണമേ എന്ന് അകം തട്ടിയ വിധത്തിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ റബ്ബ് അത് പുറത്തു കൊടുത്തു എന്ന് വന്നേക്കാം. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്ത്, ആ ഇബാദത്ത് മറ്റാർക്കെങ്കിലും നൽകിപ്പോയാൽ ഒരിക്കലും പടച്ച തമ്പുരാൻ അത് പുറത്തു കൊടുക്കൂല എന്നാ ഖുർആൻ പറയുന്നത്. ഇത്രമാത്രം മാരകമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ, ഇത്രമാത്രം മാരകമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നരകം നിഷിദ്ധമാക്കി കളയുന്ന കാര്യമാണ് ശിർക്ക്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ മുഴുവനും എത്ര ത്യാഗങ്ങൾ സഹിച്ചാലും ശരി, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും ശരി, മനുഷ്യ സ്നേഹികളായ, മനുഷ്യലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പ്രവാചകന്മാർ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കും. ഇതാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. നമ്മൾ ആലോചിക്കുക, ഞാനും നിങ്ങൾ നമസ്കരിക്കാറുണ്ട്, നോമ്പ് നോൽക്കാറുണ്ട്, ഹജ്ജ് ചെയ്യാറുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട്, കഴിവിനനുസരിച്ച് ഞാനും നിങ്ങളുമൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്യാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനം നടത്താറുണ്ട്, ഇസ്ലാമിക കാര്യങ്ങളെല്ലാം നിർവഹിക്കാറുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ കർമ്മങ്ങളൊക്കെ തന്നെ ശിർക്ക് എന്ന് പറയുന്ന മാരകമായ പാപം, അത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ ആ പുണ്യകർമ്മങ്ങളൊക്കെ തന്നെ നിഷ്ഫലമായി പോകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകിയ താക്കീതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടല്ലോ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബിയോട് അല്ലാഹു പറയാ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക, മുഹമ്മദ് നബിയെ താങ്കളിലേക്കും താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിലേക്കും വഹിയായി അറിയിക്കപ്പെട്ട ഒരു കാര്യം, ലഇൻ അശ്റക്ത, നിന്റെ ജീവിതത്തിലെങ്ങാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാനപരമായ ആദർശത്തിന് വിരുദ്ധമായ ശിർക്ക് വന്നുപോയി എങ്കിൽ ലയഹബതന്ന അമലുക, നിന്റെ മുഴുവൻ അമലും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോവുകയും ചെയ്യും. നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോവുകയും ചെയ്യും. ഇത് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാർക്ക് നൽകിയ താക്കീതാണ്. അപ്പോൾ നാം ആലോചിക്കുക, നമ്മുടെ പുണ്യകർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ ശിർക്ക് വരാൻ പാടില്ല. ശിർക്ക് വന്നാൽ ചെയ്ത മുഴുവൻ പുണ്യകർമ്മങ്ങളും നഷ്ടത്തിലാവുകയും നാം നരകത്തിൽ വെന്തെരിയുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ടാണ് മനുഷ്യ സ്നേഹികളായ പ്രവാചകന്മാർ, അവരുടെ പിൻഗാമികളായ സച്ചരിതരായ ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനവുമായി രംഗത്ത് വന്നു. യഥാർത്ഥത്തിൽ മുജാഹിദുകളും മുജാഹിദ് പ്രസ്ഥാനവും ഈ ആദർശം എത്ര വലിയ ഭീഷണിയുടെ സാഹചര്യം മുമ്പിലുണ്ടെങ്കിലും ശരി, ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയാനുള്ള കാരണം ഇതാണെന്ന് മനസ്സിലാക്കും. ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയാനുള്ള കാരണവും ഇതാണ്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, ഈ ആദർശത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും അതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കറിയാമോ, ചിലപ്പോൾ വളരെ നിസ്സാരമായി നമുക്ക് തോന്നിയേക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വിരുദ്ധമായി വളരെ ചെറിയൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിലും നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങനെയാണല്ലോ ആ കാര്യം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സംഭവം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട രണ്ടാളുകൾ ഒരിക്കൽ ഇങ്ങനെ യാത്ര പോവുകയാണ്. ആ യാത്രയിൽ അവർക്ക് കടന്നു പോകേണ്ടത് ഒരു ബിംബങ്ങളുടെ മുമ്പിൽ ഇബാദത്ത് ചെയ്യുന്ന ഒരു പറ്റം ആളുകൾക്കിടയിലൂടെ കടന്നു പോകേണ്ടത്. അവിടെ യാത്രാമധ്യേ ബിംബത്തിന് ഇബാദത്ത് ചെയ്യുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ആ ആളുകളുടെ അരികിലൂടെ ഇവർക്ക് കടന്നു പോകണം. അങ്ങനെ ഈ രണ്ടാളുകളും യാത്ര ചെയ്ത് ആ ബിംബത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ അടുക്കലെത്തി. ആ സന്ദർഭത്തിൽ അതിൽപ്പെട്ട ഒരാളോട് ആ ബിംബാരാധകർ പറയുന്നു, നീ ബിംബത്തിന് എന്തെങ്കിലും കുർബാൻ അർപ്പിക്കണമെന്നാണ്. ഈ ബിംബത്തിന് വേണ്ടി എന്തെങ്കിലും നീ ബലി അർപ്പിക്കണം, അല്ലാതെ നിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിടൂരാന്നാ പറയുന്നത്. ഈ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, ഈ ബിംബത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത് എന്താ,
ഖരിബു വലൗ ബിദുബാബ്, ഒരു ഈച്ചനെ പിടിച്ചിട്ടെങ്കിലും ഖുർബാൻ അർപ്പിക്കണം, ഒരു ഈച്ചനെ പിടിച്ചിട്ടെങ്കിലും ബലിയർപ്പിക്കണം എന്ന. നിവൃത്തിയില്ല, ഈ മനുഷ്യൻ ഒരു ഈച്ചനെ പിടിച്ചിട്ട് ഈ ബിംബത്തിന് ബലിയർപ്പിച്ചു. ഇതിന്റെ ഫലം എന്താണെന്നറിയാമോ? റസൂലുള്ളാഹി പറയുന്നു, ഫദഖലൻ നാർ, അവൻ നരകത്തിൽ കടന്നു. അവൻ നരകത്തിൽ കടന്നു. എന്തേ? നിർബന്ധമായ സാഹചര്യം. അത് തന്നെ ചെയ്തത് വളരെ നിസ്സാരമായ ഒരു കാര്യം. ഒരു ബിംബത്തിന്റെ മുമ്പിൽ ഒരു ഈച്ചയെ പിടിച്ച് ബലിയർപ്പിക്കുകയാണ്. അങ്ങനെ ശിർക്ക് വരികയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ നരകത്തിലാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നിസ്സാരമല്ല കാര്യം. അതേ സമയത്ത് മറ്റേയാൾ, രണ്ടാമത്തെ മനുഷ്യൻ, ആ മനുഷ്യനോട് പറഞ്ഞു, നീ ബിംബത്തിന് എന്തെങ്കിലും ബലിയർപ്പിക്കണം, അല്ലാതെ എന്നെ വിടൂലാന്ന്. ഈ സമയത്ത് അയാൾ പറഞ്ഞു, മാ കുന്തു ലിയുഖരിബ ലിശൈഇൻ ഇല്ലാ ലില്ലാഹ്, ഞാൻ ഒന്നിനെയും അല്ലാഹുക്കല്ലാതെ ബലിയർപ്പിക്കൂലാന്നാണ്. ഞാൻ ഒന്നിനെയും അല്ലാഹുവിനല്ലാതെ ബലിയർപ്പിക്കുകയില്ല. അയാൾ ഉറച്ചു പറയുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ അവർ അദ്ദേഹത്തെ സ്വതന്ത്രരായി വിടുകയുണ്ടായി. പക്ഷേ ആ മനുഷ്യനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നത്, ആ സമയത്ത് അയാളെ വിടുകയല്ല, അയാളെ കൊന്നുകളഞ്ഞു. ഞാൻ ഒന്നിനെയും ബലിയർപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ച മനുഷ്യൻ, തന്റെ തൗഹീദി ആദർശം ഉറച്ചു പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യനെ അവർ കൊന്നുകളഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, ഫദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ കടന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. വളരെ നിസ്സാരമാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം, വളരെ ചെറുതാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. അത് യഥാർത്ഥത്തിൽ വളരെ മാരകമായിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുക എന്നാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ മാരകമായി പരിഗണിക്കപ്പെടുന്നു. അത് മുഖേന നരകത്തിൽ കടക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെ ശിർക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് ആ കാര്യം പഠിപ്പിച്ചിട്ടുള്ളത്. നാം ആലോചിക്കുക, ഒരു കാലങ്കോഴി കൂവുന്നത് കേട്ടാൽ എന്തൊക്കെയോ ദുർലക്ഷണം വരാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? അതേ പ്രകാരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്കിഷ്ടപ്പെടാത്തൊരു മനുഷ്യരെ കണ്ടാൽ യാത്ര തന്നെ മുടക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലില്ലേ? ലക്ഷണം നോക്കുന്ന ആളുകൾ, പക്ഷികളെ പറപ്പിച്ചുകൊണ്ട് ലക്ഷണം നോക്കുന്ന ആളുകൾ, നൂലും മുറുക്കും മേലസ്തുമായി കഴിയുന്ന ആളുകൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലവനും മുറുക്ക് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു എന്നാണ്. വല്ലവരും മേലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. അതേ പ്രകാരം വല്ലവരും കണക്ക് നോക്കിയാൽ കണക്ക് നോട്ടക്കാരനെ സമീപിക്കുകയും ആ കണക്ക് നോട്ടക്കാരൻ പറയുന്ന കാര്യം വിശ്വസിക്കുകയും ചെയ്താൽ ലം തുഖ്ബൽ മിൻഹു സലാത്തു 40 യൗമൻ, 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഇതൊക്കെ ഒരു പക്ഷേ ചെറുതായിട്ട് നമുക്ക് തോന്നും. ഗൾഫിലേക്ക് പോരുന്ന സമയത്ത് പോയാൽ ജോലി കിട്ടുമോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി കണക്ക് നോട്ടക്കാരെ അടുക്കലെ സമീപിക്കുന്ന ആളുകൾ. കണക്ക് നോട്ടക്കാരൻ പറയുന്നത്, ശരി നീ ധൈര്യമായി പോയിക്കോ എന്ന് കണക്ക് നോട്ടക്കാരൻ്റെ മറുപടി കിട്ടിയാൽ ധൈര്യമായി പോരുന്ന ആളുകൾ, അല്ല വല്ല മുടക്കവും പറഞ്ഞാൽ മുടക്കുന്ന ആളുകൾ. ഈ നിലക്കൊക്കെയുള്ള ചില ശിർക്കുകൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതാ ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയാമോ? കൂരിരുട്ടുള്ള രാത്രിയിൽ കരിമ്പാറയിലൂടെ കറുത്ത ഉറുമ്പ് അരിച്ചു പോകുന്നത് പോലെ, അരിച്ചു കയറുന്നത് പോലെ നിങ്ങൾ അറിയാതെ ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന. വളരെയധികം കരുതണം എന്നാ പറഞ്ഞത്, വളരെയധികം കരുതണം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാർ, എപ്പോഴും നമ്മൾ ബോധവാന്മാരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എങ്ങാനും ശിർക്കിന്റെ അംശം സംഭവിച്ചിട്ടാണ് ഞാനും നിങ്ങളും മരിച്ചു പോകുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല, നരകത്തിൽ കടക്കേണ്ടി വരും എന്ന്. ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് മഹാന്മാരായ പ്രവാചകന്മാരും അവരുടെ സച്ചരിതരായിരുന്ന അനുയായികളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിൽ ഒട്ടും തന്നെ വിട്ടുവീഴ്ച കാണിക്കാതെ വളരെ ശക്തമായി ഈ കൃത്യം നിർവഹിച്ചു കൊണ്ടിരുന്നത് നാം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ. നമ്മുടെ വലിയ ബാധ്യതയാണ്, നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. എൻ്റെ മുമ്പിലുള്ള മുജാഹിദ് സുഹൃത്തുക്കൾ പ്രത്യേകം ഓർക്കുക, ഈ ആദർശം ജനങ്ങളോട് പറയുകയും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ശിർക്കിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ അത് നമ്മുടെ വലിയ ബാധ്യത. നമ്മളല്ലാതെ ആരും അത് ചെയ്യാനില്ല. അത് ചെയ്യാനില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിൽ തങ്ങളെക്കാൾ മുസ്ലിം സൈന്യത്തെക്കാളും 3 ഇരട്ടിയോളം വരുന്ന വമ്പിച്ച സൈന്യം, ആ വമ്പിച്ച സൈന്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം തുറന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന സാധാരണ നമ്മൾ കേൾക്കാറില്ലേ?
രണ്ട് കൈകളും മേലോട്ട് ഉയർത്തുകയാണ്. ഏതുവരെ ഉയർത്തിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കക്ഷത്തിന്റെ വെളുപ്പ് ആളുകൾക്ക് കാണാൻ പറ്റുന്ന പരുവത്തിൽ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും മേലോട്ട് ഉയർത്തുകയാണ്. ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാമോ? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ. അല്ലാഹുവേ, എന്റെ പിന്നിൽ നിൽക്കുന്ന ഈ കൊച്ചു സൈന്യം, വിശ്വാസികളുടെ ഈ കൊച്ചു സൈന്യം, ഈ സൈന്യത്തെ ബദറിന്റെ മണ്ണിൽ വെച്ച് നീ നശിപ്പിക്കുകയാണെങ്കിൽ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ, ഈ ഭൂമിയിൽ ഒരിക്കലും തന്നെ നീ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂല. നീ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിൽ ശത്രു സൈന്യത്തെ നോക്കിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ച കാര്യമാണ്. ഈ ഒരു കൊച്ചു സൈന്യമാണ് എൻ്റെ മുമ്പിലുള്ള മുജാഹിദ് പ്രവർത്തകന്മാർ. ഇതാ ഓർക്കണം, എൻ്റെ മുമ്പിലുള്ള മുജാഹിദ് പ്രവർത്തകന്മാർ ഈ ഒരു കൊച്ചു സൈന്യമാണ്. അവരുടെ പാരമ്പര്യമുള്ളവരാണ് നിങ്ങൾ. ഈ കാര്യം നാം ഒരിക്കലും തന്നെ വിസ്മരിച്ച് കളയാൻ പാടില്ല. മഹാനായ പ്രവാചകൻ ബദർ യുദ്ധത്തിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ബദർ യുദ്ധത്തിൽ സത്യവിശ്വാസികൾക്ക് വിജയം ഉണ്ടായി. ആ വിജയിച്ച സത്യവിശ്വാസികളുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്, നാം ആലോചിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം വളരെയധികം അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശിർക്കില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. ശിർക്കില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. മുമ്പത്തെ പോലെ ഉള്ള ശിർക്കും ബിദ്അത്തും ഇന്ന് നാട്ടിലില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ ശിർക്ക് ബിദ്അത്തും ശാസ്ത്രീയമായ രൂപത്തിൽ തന്നെ സമുദായത്തിൽ അള്ളിപ്പിടിച്ച ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത് സഹോദരന്മാർ. ആ നിലയ്ക്കുള്ള അപകടകരമായ അവസ്ഥ. ആൾ ദൈവങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. ആൾ ദൈവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതേ പ്രകാരം ഈ പലജാതി ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പ്രബോധനം ചെയ്യുന്ന സമൂഹ പണ്ഡിതന്മാരെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നേതൃത്വത്തിന് വേണ്ടി നമ്മളെ സാധുക്കളായ മുസ്ലിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാണല്ലോ അവസ്ഥ. എങ്ങനെ നോക്കിയാലും ശിർക്കിലേക്കും ഖബറിന്റെ അടുക്കലേക്കും ജനങ്ങൾ ക്ഷണിക്കുന്ന ആൾക്കാർ. ഈ നിലക്ക് മാരകമായ വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥ നമ്മുടെ നാടുകളിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ വന്ന് തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് തൗഹീദ് ഉൾക്കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്ന ആളുകൾ, എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. നമ്മുടെ പാവങ്ങളായ സഹോദരികൾ അവർ നരകത്തിലേക്ക് കൂപ്പുകുത്തുന്നത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഇസ്ലാമികമായ ആവേശം, തൗഹീദി ആദർശം, അത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എത്തിക്കണം. നിങ്ങളുടെ നാട്ടിൽ പോയി നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കണം. നിങ്ങൾ എന്ത് പ്രയാസങ്ങൾ നേരിട്ടാണ്ടി വന്നാലും ശരി, എന്ത് പ്രതിസന്ധികൾ അവിടെ ഉണ്ടെങ്കിലും ശരി, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ കാര്യം നിർവഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവാചകന്മാർ അങ്ങനെയാണല്ലോ ആ കാര്യം നിർവഹിച്ചത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പഠിപ്പിച്ചത് അങ്ങനെയാണ്. നീ മുഖേന, നിന്റെ പ്രബോധനം മുഖേന, നിന്റെ പ്രചരണങ്ങൾ മുഖേന, നിന്റെ ദീനീ പ്രവർത്തനങ്ങൾ മുഖേന ഏതെങ്കിലും ഒരാൾ അല്ലാഹു തആല ഹിദായത്തിലാക്കുമെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉൾക്കൊള്ളാൻ നിന്റെ പ്രബോധനം കാരണമായി എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവിലേക്കാളും ദുനിയാവിലുള്ള സകല വിഭവങ്ങളെക്കാളും നിനക്ക് ഉത്തമം അതാണെന്നാണ്. അതല്ലേ നമ്മൾ ദുനിയാവിന് വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ വന്നത്? ദുനിയാവിലെ വിഭവങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഇവിടെ വന്നത്. എന്നാൽ ദുനിയാവിലെ വിഭവങ്ങൾ നമ്മൾ സംഭരിക്കുന്നതോടുകൂടി തന്നെ അതിനേക്കാളും വലിയ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഞാനും നിങ്ങളും തയ്യാറാവണം സഹോദരന്മാരെ. ഇതാണ് മുജാഹിദ് പ്രവർത്തകന്മാരുടെ ബാധ്യത. ഞാൻ അവസാനിപ്പിക്കുന്നു സഹോദരന്മാരെ. പ്രവാചകന്മാരൊക്കെ തന്നെ പ്രബോധനം ചെയ്ത മഹനീയമായ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാതൊരു സംശയമില്ല. ഞാൻ വിശുദ്ധ ഖുർആനിന്റെയും ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് ഞാനും നിങ്ങളുമൊക്കെ. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് കഴിയുന്നവരാണ് മുജാഹിദ് പ്രവർത്തകന്മാർ. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രവർത്തകന്മാരുടെ ഒന്നാമത്തെ കടപ്പാട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ ആദർശം, അത് ജനങ്ങളിൽ പ്രബോധനം നടത്തുക, ജനങ്ങളെ ആ തത്വത്തിലേക്ക് ക്ഷണിക്കുക. അതിനുവേണ്ടി പ്രയാസങ്ങൾ നേരിടുമ്പോൾ ആ പ്രയാസങ്ങൾ തൃണവലിക്കാൻ മുജാഹിദ് പ്രവർത്തകന്മാർക്ക് സാധിക്കണം. അതുകൊണ്ടാണല്ലോ മുജാഹിദ് എന്ന പേര് തന്നെ നമുക്ക് കിട്ടിയത്. മുജാഹിദ് എന്ന പേര് തന്നെ നമുക്ക് കിട്ടിയത് അതാണ്. അഫ്ഗാൻ മുജാഹിദുകളല്ല, തീവ്രവാദ പ്രസ്ഥാനമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾ, അതാരാണ് മുജാഹിദ് എന്ന് പറയുന്നത്. ആ നിലക്കുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ട് ജിഹാദിന്റെ യഥാർത്ഥ ആശയം അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള
മാതൃകായോഗ്യരായ പ്രവർത്തകന്മാരായി മാറാൻ നിങ്ങളൊക്കെ ശ്രമിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ ആദർശം ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അത് ജനങ്ങളിൽ പ്രബോധനം ചെയ്യാനുമുള്ള കഴിവും തൗഫീഖും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉൾക്കൊണ്ട് അത് പ്രഖ്യാപിച്ചുകൊണ്ട് മരിക്കാൻ പടച്ച തമ്പുരാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ വന്നു പോകുന്ന വീഴ്ചകളും പോരായ്മകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വിട്ടുകൊടുത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.